Hi, welcome back. And ICTS സൂപ്പർവൈസറിന്റെ സോഷ്യോളജി പാർട്ട് 2-ന്റെ രണ്ടാമത്തെ ലെസൺ ആണ്. അപ്പം ആദ്യത്തെ ലെസൺ നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ അത് നമുക്കൊരു ടോപ്പിക് ആയിരുന്നു. അതായിരുന്നു നമ്മുടെ ലെസൺ 1. ആ ലെസൺ കണ്ടിട്ടില്ലാത്തവർക്ക് അത് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ചുവടെ അതിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ലെസൺ കാണാം. അതോടൊപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്കൊരു സ്റ്റഡി ഗ്രൂപ്പ് ഫോം ചെയ്യണമെന്നുള്ളത്. അപ്പം ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അത് വാട്സാപ്പിലാണ് ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റഡി ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ഒരു 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 ഗുണം എന്ന് പറയുന്നത് പുതിയ പുതിയ വീഡിയോസ് ലെസൺസ് റിലീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ തരും. അത് മാത്രമല്ല നമ്മൾ ഈ ഉപയോഗിക്കുന്ന നോട്ട്സും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ അവൈലബിൾ ആക്കുന്നത്. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രോമിസ് ചെയ്തതുപോലെ നമ്മൾ പോർഷൻസ് എല്ലാം കവർ ചെയ്യാനായിട്ട് തന്നെ നമ്മൾ ശ്രമിക്കും. ആൻഡ് ഓൾ ദ ക്ലാസ്സസ് ആർ ഫ്രീ. അപ്പം സ്റ്റഡി ഗ്രൂപ്പ് നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, റിവിഷൻ സെഷൻസ് ഉണ്ടാകും. ഒന്നിനും നിങ്ങൾ ഒരു ഫീസ് പേ ചെയ്ത് ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യേണ്ടതായിട്ടില്ല. എവറിത്തിങ് ഈസ് ആബ്സല്യൂട്ട്ലി ഫ്രീ. അപ്പോൾ ഈ രണ്ടാമത്തെ ലെസണിൽ നമ്മൾ ഇതിന്റെ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ആണ് നോക്കുന്നത്. നമ്മൾ എന്താ പറയേണ്ടത്, ഇതിന്റെ ചരിത്രപരമായ പരിണാമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എന്താണ് സോഷ്യൽ വർക്കിന്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ എന്നുള്ളത് നമ്മുടെ ടോപ്പിക്കിൽ അല്ലെങ്കിൽ നമ്മുടെ സിലബസിലുള്ള ഒരു പുതിയ ടോപ്പിക്കാണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, സോ നമ്മൾ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ അത് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ. അപ്പോൾ എന്താ പറയേണ്ടത്, ശരിക്കും ആ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവില് ഇന്ത്യയിൽ അതിന്റെ ആ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയുണ്ടായി ആൻഡ് വേൾഡ് വൈഡും നമ്മൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യും എങ്ങനെ അതിന്റെ ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായി എന്നുള്ളത്. സോ ആദ്യം തന്നെ നമുക്ക് ആ ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തതിന്റെ ട്രെൻഡ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയേണ്ടത്, പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ എന്നുള്ള ആ ഒരു രീതിയിൽ അതിനെ ഒന്ന് തരംതിരിച്ച് നമുക്ക് നോക്കാം. സോ വി ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ ദിസ് ഹസ് ഹാപ്പൻഡ് എന്നുള്ളത്. അപ്പോൾ ഇത് പവർ പോയിന്റിൽ നിങ്ങൾ അതിന്റെ കീ പോയിന്റ്സ് മാത്രമാണ് കാണുന്നത്. ഇതിന് നോട്ട്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അത് ആവശ്യമായിട്ടുള്ളവർക്ക് ആ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ആവശ്യപ്പെടാം എന്നുള്ളതാണ്. അപ്പൊ സ്റ്റഡി ഗ്രൂപ്പിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ചുവടെ അതിന്റെ നോട്ട്സിന്റെ ഭാഗത്ത് കൊടുക്കുന്നതായിരിക്കും. വീഡിയോ നോട്ട്സിന്റെ അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഒരു ബ്രിട്ടീഷ് റൂളിന്റെ ആ ഒരു സമയത്ത് ഇന്ത്യയിലെ എക്കണോമിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ശരിക്കും ഡിറ്റീരിയറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. കാരണം എന്താ, അവര് കിട്ടാവുന്നതിന്റെ പരമാവധി ഇവിടെ നിന്ന് നീക്കം ചെയ്ത് അവരുടെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് there was a need, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്കിന്റെ ഒരു ആവശ്യകത വന്നു. കാരണം നമ്മൾ ലോകത്ത് ഓൾമോസ്റ്റ് 1-ാം സ്ഥാനത്ത് നിന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നിന്നാണ് ലോകത്ത് ഏകദേശം ഏറ്റവും അവസാനത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് പോകുന്നത് ആ ഒരു ബ്രിട്ടീഷ് റൂളിന്റെ സമയത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ബ്രിട്ടീഷ് റൂൾ ചെയ്യുന്ന ആ ഒരു സമയത്തിനെയാണ് പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡ് എന്ന് നമ്മൾ ശരിക്കും പറയുന്നത്. അപ്പോൾ ഇവിടെ എക്കണോമിക് കണ്ടീഷൻസ് ഡിറ്റീരിയറേറ്റ് ചെയ്യുന്നതനുസരിച്ച് ആൾക്കാരുടെ ആരോഗ്യനില കുറഞ്ഞു വരും, ആൾക്കാർക്ക് ഹൗസിങ്ങിന് പ്രശ്നമുണ്ട്, സ്ത്രീകളുടെയും കുട്ടികളുടെയും വെൽഫെയർ അവിടെ നടക്കുന്നില്ല, ലേബർ ഇഷ്യൂസ് ഒരുപാട് അധികം ഉണ്ടാകുന്നു, റിക്രിയേഷന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഫെസിലിറ്റീസ് ഇല്ലാതെ വരുന്ന, ക്രൈം ഒരുപാട് കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ. അപ്പോൾ ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് പറയാം വോളണ്ടറി ആയിട്ടുള്ള ഓർഗനൈസേഷൻസും മിഷൻസും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് രാമകൃഷ്ണ മിഷൻ, ഗാന്ധിയുടെ സേവാഗ്രാം ആശ്രമം, ഇതൊക്കെ ആ ഒരു പീരീഡിൽ എമേർജ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, സാനിറ്റേഷൻ, വൊക്കേഷണൽ ട്രെയിനിങ് ഇതൊക്കെ കൊടുക്കുക, പ്രത്യേകിച്ചും ആ ഒരു റൂറൽ ഏരിയാസ്. ഓക്കെ, ഇന്ത്യയുടെ മാസസ് ലിവ് ഇൻ ദ റൂറൽ ഏരിയാസ് അല്ലെ. അപ്പൊ ആ റൂറൽ ഏരിയാസിന്റെ അപ്ലിഫ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് എന്താ പറയേണ്ടത്, ആ ഒരു പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡില് സോഷ്യൽ വർക്ക് അവിടെ തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇഫ് യു ലുക്ക് ആറ്റ് ദി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡ്, ആ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ വെൽഫെയർ മിനിസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് ഈ ഒരു സോഷ്യൽ വെൽഫെയർ മിനിസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ ഒരു മിനിസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൂടെ
ഒരുപാടധികം എന്താ പറയേണ്ടത് കുട്ടികൾക്കും സ്ത്രീകളുടെയും അവരുടെ വെൽഫെയർ നോക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു സോഷ്യൽ ഡിഫൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ വെൽഫെയർ പ്ലാനിങ് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ എന്താ പറയേണ്ടത് സോഷ്യൽ വെൽഫെയർ മിനിസ്ട്രി സെറ്റപ്പ് ചെയ്തത്. അപ്പോ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനും ഇതിന്റെ ഭാഗമായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. ആൻഡ് ആ ഒരു ഇതിന്റെ ഭാഗമായിട്ട് തുടങ്ങിയത് ആ ഒരു സമയം മുതലേ ഒരുപക്ഷെ എന്താ പറയേണ്ടത് ഒരുപക്ഷെ അല്ല ശരിക്കും ഈ സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയേണ്ടത് നടപടികൾ ആരംഭിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം 1964 മിനിസ്ട്രി ഓഫ് സോഷ്യൽ വെൽഫെയർ ഇൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് ആണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മിനിസ്ട്രിയാണ് എന്താ പറയണ്ടേ ഈ ഒരുപാടധികം സോഷ്യൽ ഇഷ്യൂസ് നിലനിന്നിരുന്ന ഒരു കാലത്ത്, ഇപ്പോഴും നമുക്ക് സോഷ്യൽ ഇഷ്യൂസ് ഇല്ല എന്നല്ല, സോഷ്യൽ ഇഷ്യൂസ് നിലനിന്നിരുന്ന ഒരു കാലത്ത് അതിന്റെ ഒരു ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള മിനിസ്ട്രിയാണ് ഈ സോഷ്യൽ വെൽഫെയർ മിനിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത് ഈ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, now if we look at the development of social work education in India, സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ ആ ഒരു ഡെവലപ്മെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്ക് നമ്മൾ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഇത് ആദ്യം പ്രാചാരത്തിൽ വരുന്ന ആ ഒരു സമയത്ത് ഒരു പ്രൊഫഷണൽ സ്റ്റാറ്റസ് ഇതിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ലഭിച്ചിരുന്നില്ല എന്ന് മാത്രവുമല്ല, ഇത് എന്താ പറയേണ്ടത് ജസ്റ്റ് ഒരു എന്താ പറയണ്ടേ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന നിലയിൽ മാത്രമായിരുന്നു സോഷ്യൽ വർക്കിനെ ഇന്ത്യയിൽ ഇത് തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഇതിനെ വീക്ഷിച്ചിരുന്നത്. അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടായിരുന്നു മനുഷ്യനുണ്ടായിരുന്നത്, ഇന്ത്യക്കാർക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ ഇൻഡിപെൻഡൻസ് ലഭിച്ചതിന് ശേഷം സോഷ്യൽ വർക്കിന്റെ ആ ഒരു സ്കോപ്പ് വളരെയധികം എക്സ്പാൻഡ് ചെയ്തു. ആൻഡ് ഒരുപാടധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പിന്നീട് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ഉണ്ട്, കാർവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഉണ്ട്, ആൻഡ് ജാമിയ മിലിയ ഇസ്ലാമിയ എന്താ പറയേണ്ടത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഒരു സോഷ്യൽ വർക്കിന്റെ നേച്ചർ മനസ്സിലാക്കുക, അതിന്റെ സ്കോപ്പ് മനസ്സിലാക്കുക, റൂറൽ ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുക്കുക, വിമൻ വെൽഫെയറിൽ ഫോക്കസ് ചെയ്യുക, ആൻഡ് മറ്റ് അനേകം റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സിൽ അതിന്റെ ഒരു ഫോക്കസ് വന്നിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതിന്റെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, അപ്പൊ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ സോഷ്യൽ വർക്കിന്റെ അതിനെ ബേസ് ചെയ്തുള്ള എഡ്യൂക്കേഷൻ, സോഷ്യൽ വർക്കേഴ്സിന് കൊടുക്കുന്ന ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഹാസ് ഇവോൾവ്ഡ് ടു അഡ്രസ് ദ ഡൈവേഴ്സ് സോഷ്യൽ എക്കണോമിക് ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് ആ സമയത്ത് ഉണ്ടായിരുന്ന ഇന്ത്യൻ സൊസൈറ്റിയിൽ വളരെയധികം പ്രവലന്റ് ആയിട്ട് നിന്നിരുന്ന ഇഷ്യൂസ്, ഡൈവേഴ്സ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, എക്കണോമിക് ഇഷ്യൂസ് ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂസും അവിടെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഈ ഒരു മോഡേൺ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാടധികം എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. എവിഡൻസ് ബേസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, സയന്റിഫിക്കലി റിസർച്ച് നടത്തി തെളിയിച്ചിട്ടുള്ള പ്രാക്ടീസസിനെയാണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് എന്ന് നമ്മൾ പറയുന്നത്. ഒത്തിരിയധികം വെബ് ബേസ്ഡ് എഡ്യൂക്കേഷൻ അവൈലബിൾ ആണ്, ആൻഡ് സോഷ്യൽ മീഡിയയും ഒരുപാടധികം ഉപയോഗിക്കുന്നുണ്ട് ഫോർ ദി അഡ്വക്കസി ആൻഡ് ക്ലയന്റ് എഡ്യൂക്കേഷൻ. അപ്പോൾ സോഷ്യൽ വർക്കിന്റെ ആ ഒരു അഡ്വക്കസിക്കും ക്ലയൻസിന് കൊടുക്കുന്ന ആ ഒരു എഡ്യൂക്കേഷൻ. സോഷ്യൽ വർക്കേഴ്സ് ശരിക്കും ഇവിടെ എന്താണ്, ദേ ആക്ട് ആസ് ചേഞ്ച് ഏജൻസ്. ആ ഒരു സൊസൈറ്റിയിൽ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അതിനുള്ള ഏജൻസ് ആയിട്ടാണ് സോഷ്യൽ വർക്കേഴ്സ് ശരിക്കും എന്താ പറയേണ്ടത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവര് ശരിക്കും ആ ഒരു ഡേ ടു ഡേ ഇഷ്യൂസ് എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവര് ഇടപെടും. ആൻഡ് അറ്റ് ദ സെയിം ടൈം എന്താ പറയേണ്ടത് സോഷ്യൽ ജസ്റ്റിസും കമ്മ്യൂണിറ്റീസിന്റെ എംപവർമെന്റും ഇൻഡിവിജ്വൽസിന്റെ എംപവർമെന്റും അതേപോലെ ഉറപ്പുവരുത്തുന്നതാണ് ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അടുത്തത് പിന്നെ ആ ഒരു സോഷ്യൽ വർക്കിന്റെ പ്രൊഫഷണലൈസേഷൻ ആണ്. അപ്പൊ നമ്മൾ നോക്കുന്ന എന്താണ്, നമ്മൾ ആ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ് സോഷ്യൽ വർക്ക് ഇവോൾവ് ആയി ഈ ഒരു നിലയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രൊഫഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് നോക്കിയിരുന്ന് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ ഘടകങ്ങൾ അതിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രൊഫഷണലൈസേഷന്റെ ഭാഗമായിട്ട് കോഡ് ഓഫ് എത്തിക്സ് ആവശ്യമായിട്ട് വന്നു സോഷ്യൽ വർക്ക്.
അപ്പൊ ഈ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് വളരെ ഫണ്ടമെന്റൽ ആണ് അല്ലെ. ആ ഒരു സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെയാണ് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് NASW യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു എന്താ പറയേണ്ടത് സംഘടനയാണിത്. ആൻഡ് ലോകമെമ്പാടുമുള്ള മറ്റ് അനേകം സിമിലർ ആയിട്ടുള്ള ഓർഗനൈസേഷൻസും ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സോഷ്യൽ വർക്കിനുള്ള ഒരു കോഡ് ഓഫ് എത്തിക്സ് ഇനിഷ്യലി ഡെവലപ്പ് ചെയ്തത്. അപ്പം നമ്മളും ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ് എടുത്ത് യൂസ് ചെയ്യുന്നത് ഏകദേശം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോഡ് ഓഫ് എത്തിക്സ് തന്നെയാണ്. അപ്പോൾ ശരിക്കും ആ ഒരു പ്രൊഫഷണൽ കണ്ടക്ട് നിലനിർത്തുക ആൻഡ് ദേ ഷുഡ് അഡ്ഹർ ടു ദി ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രാക്ടീസ് എന്നുള്ളതാണ്. ഐ മീൻ നമുക്ക് എന്താ പറയേണ്ടത്, ഇതിന്റെ വാല്യൂസ് ഒക്കെ നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് മനസ്സിലാകും ഈ സോഷ്യൽ വർക്കിൽ കോഡ് ഓഫ് എത്തിക്സ് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി മറ്റൊരു ഘടകം പിന്നീട് ഡെവലപ്പായി വന്നതാണ് അതിന് വേണ്ട ഫോർമൽ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും എന്നുള്ളത്. ഇപ്പൊ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുണ്ട് അല്ലെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഇവിടെ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ സോഷ്യൽ വർക്ക് പ്രോഗ്രാംസ് ഒരു പക്ഷേ ആ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് ഗ്രാജുവേറ്റ് ലെവലില് വളരെയധികം ആവശ്യമായിട്ട് വന്ന്. കാരണം എന്താ, ഒരുപാടധികം തിയറിറ്റിക്കൽ നോളജ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ പ്രാക്ടിക്കൽ സ്കിൽസും ഇതിന് വേണ്ടത് ഗെയിൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരും. അപ്പൊ ഇതിന്റെ അക്രഡിറ്റേഷൻ ബോഡീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് US നോക്കുകയാണെങ്കിൽ കൗൺസിൽ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ CSWE. അപ്പോ ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു യൂണിവേഴ്സിറ്റി കോഴ്സസ് അക്രഡിറ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ ഈ സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അതിന്റെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അക്രഡിറ്റേഷൻ ബോഡീസ് ഉള്ളത്. ഇനി മറ്റൊന്ന് ലൈസൻസിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ആണ്. ഇപ്പൊ ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പോൾ ഈ സോഷ്യൽ വർക്കിനുള്ള ഒരുപക്ഷെ സോഷ്യൽ വർക്ക് നടത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ലൈസൻസ് ആയിരിക്കാം വേണ്ടത്, ആൻഡ് സോഷ്യൽ വർക്കേഴ്സിനുള്ള സർട്ടിഫിക്കേഷനും അവിടെ വേണം. അപ്പൊ ഇത് ശരിക്കും ഒരു ലെജിറ്റിമേറ്റ് പ്രൊഫഷൻ ആയി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലൈസൻസും സർട്ടിഫിക്കേഷൻസും ആവശ്യമായിട്ടുണ്ട്. ഒരുപാടധികം രാജ്യങ്ങളിൽ റെഗുലേറ്ററി ബോഡീസ് ഉണ്ട് ഈ ഒരു സോഷ്യൽ വർക്കിന്റെ അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സിന്റെ ലൈസൻസും അവർക്ക് എന്താ പറയേണ്ടത്, എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പരീക്ഷകളാണ് ഇവിടെ സോഷ്യൽ വർക്കേഴ്സ് ആകുന്നതിന് വേണ്ടിയിട്ട് പാസ് ആകേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നു. അത് മാത്രമല്ല, സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് വളരെയധികം ഡൈനമിക്കാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു റെഗുലേറ്ററി അതോറിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ആൻഡ് ദി ഇന്റഗ്രിറ്റി ഓഫ് ദ പ്രൊഫഷൻ എന്നുള്ളത്. ഇനി മറ്റൊന്ന്, നമുക്ക് പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ഡെവലപ്പ് ആകാനായിട്ട് തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ ഇവിടെ ഒന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ IFSW. അപ്പൊ IFSW എന്താണ്? ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ആണ് IFSC എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആണ്. ശരിക്കും ഇതൊരു പ്ലാറ്റ്ഫോം ആണ് സോഷ്യൽ വർക്കേഴ്സിന് കൊളാബറേറ്റ് ചെയ്യുന്നതിനും അവർക്ക് ആ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട് അവർക്ക് അഡ്വക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു പ്രൊഫഷൻ ഗ്ലോബലി ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ള ആ ഒരു നിലയിൽ. അപ്പൊ ഈ ഓർഗനൈസേഷൻസ് ശരിക്കും അവർ ഒരുപാടധികം റിസോഴ്സസ് ഈ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് ആവശ്യമായ റിസോഴ്സസ് അവർ കൊടുക്കുന്നുണ്ട്. സോഷ്യൽ വർക്കേഴ്സിനും ഓർഗനൈസേഷൻസിനും നെറ്റ്വർക്കിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ സോഷ്യൽ വർക്കേഴ്സിനുള്ള ഒരു സപ്പോർട്ട് അവിടെ കിട്ടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ദെൻ ഇതിന് ഒരുപാടധികം ഡെവലപ്പായി വന്നതാണ് ശരിക്കും ഇതിന്റെ തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് പ്രധാനമായിട്ട് തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് എന്നുള്ളതാണ്. സോഷ്യൽ വർക്കേഴ്സ് എന്താണ് ശരിക്കും ആ ഒരു തിയറിയും പല തരത്തിലുള്ള മെത്തഡോളജീസ് ഒരുപാടധികം ഡിസിപ്ലിൻസിൽ നിന്ന് സോഷ്യൽ വർക്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ ഡിസിപ്ലിൻസിൽ നിന്ന് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സൈക്കോളജിയിൽ നിന്ന് വരുന്നുണ്ട്, സോഷ്യോളജിയിൽ നിന്ന് വരുന്നുണ്ട്, പബ്ലിക് ഹെൽത്തിൽ നിന്നും ഒത്തിരിയധികം കോൺസെപ്റ്റ്സ്, ഒത്തിരിയധികം മെത്തഡോളജീസ്, ഒരുപാടധികം തിയറീസ് സോഷ്യൽ വർക്കിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തന്നെ മൾട്ടി ഡിസിപ്ലിൻസിന്റെ ഒരു എന്താ പറയേണ്ടത് ഒരു കൂട്ടായ്മയാണ് ഈ സോഷ്യൽ വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
അപ്പോൾ ഇതിനകത്ത് ആ ഒരു നോളജ് ലഭിക്കുന്നതോടുകൂടി ശരിക്കും ആ ഒരു സോഷ്യൽ വർക്കറിന് അവരുടെ ആ ഒരു എന്താ പറയണ്ടേ, അവര് നേരിടാൻ പോകുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിന് പരിഹാരം കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് നമ്മളിവിടെ പറയുന്നതെന്ന് പറയുന്നത് ഇസ് ദി എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. അതിനെ EBP എന്ന് ശരിക്കും നമുക്ക് പറയാം. അപ്പോൾ EBP എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കിന്റെ ഒരു പ്രധാന ഒരു മൂലക്കല്ല് തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്നുള്ളത്. അപ്പോൾ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിൽ എന്താ ശരിക്കും വരുന്നത്, അവൈലബിൾ ആയിട്ടുള്ള റിസർച്ചിന്റെ ഫലങ്ങൾ ഇവിടെ ഉപയോഗിക്കുക. അപ്പൊ ഈ റിസർച്ചിൽ നിന്ന് കിട്ടുന്ന അതിന്റെ ഇൻഫറൻസ്, അതിന്റെ റിസൾട്ട്സ് അതെടുത്ത് ആ ഒരു ക്ലിനിക്കൽ എക്സ്പെർട്ടീസുമായിട്ട് ആ ക്ലയന്റിന്റെ പ്രിഫറൻസസും ഒക്കെ ഇവിടെ കണക്കിലെടുക്കുന്നതിന് നമുക്ക് സഹായകരമാകും ഈ EBP യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പൊ EBP കൊണ്ട് പ്രധാനമായിട്ട് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഇന്റർവെൻഷൻസ് വളരെയധികം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം അത് സയന്റിഫിക് റിസർച്ചിൽ ഗ്രൗണ്ടഡ് ആണ്, അല്ലെങ്കിൽ സയന്റിഫിക് റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു സോഷ്യൽ വർക്ക് മുന്നോട്ട് നടക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ഒരു കീ പോയിന്റ് നമുക്ക് നോക്കാനുള്ളത് ഇസ് ദി ഇന്റഗ്രേറ്റഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ഇന്റർനാഷണൽ സോഷ്യൽ വർക്ക്. അപ്പൊ ഇവിടെ എന്താണ് സോഷ്യൽ വർക്ക് ശരിക്കും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 19th സെഞ്ചുറിയിൽ തന്നെ സോഷ്യൽ വർക്ക് ഒറിജിനേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമാണ് ആ ഒരു 19th സെഞ്ചുറിയിൽ സോഷ്യൽ വർക്ക് ശരിക്കും അത് ഒറിജിനേറ്റ് ചെയ്തത്. ആൻഡ് ഇത് എപ്പോഴും സോഷ്യൽ വർക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് സോഷ്യൽ വർക്ക് വന്നത്, ശരിക്കും ആ ഒരു പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡിൽ നമുക്കന്നുണ്ടായിരുന്ന സോഷ്യൽ പ്രോബ്ലംസിനെ കണക്കിലെടുത്തുകൊണ്ടാണ് സോഷ്യൽ വർക്ക് തന്നെ ഉടലെടുത്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. സോ ഇതേപോലെ നമ്മൾ ഇംഗ്ലണ്ടിലും US-ന്റെയും കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ this came up as a response to the social problems. അപ്പൊ ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോഴത്തേക്ക് ആൾക്കാരുടെ ജീവിത നിലവാരം മാറി, ഡിഫറെന്റ് ക്ലാസസ് ഓഫ് പീപ്പിൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരുപാടധികം പ്രശ്നങ്ങൾ ഈ ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവർക്ക് പ്രശ്നങ്ങൾ വരാനായിട്ട് തുടങ്ങി. അപ്പൊ ഇതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഫഷൻ ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാടധികം ഇവോൾവ് ആയി വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു സോഷ്യൽ വർക്ക് ഇവോൾവ് ആയി വരുന്നത് ഒരുപാടധികം ഡിഫറെന്റ് മൂവ്മെന്റ്സിലൂടെയാണ്. ഓക്കെ, അതിലൊന്നാണ് സെറ്റിൽമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ സെറ്റിൽമെന്റ് മൂവ്മെന്റ് ഓക്കെ, അപ്പൊ മീൻസ് സെറ്റിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ആൾക്കാർക്ക് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൗൺ ഏരിയാസിൽ വരികയും അവിടെ സെറ്റിൽ ചെയ്യേണ്ടിയും വന്നു. അതിനാണ് ഈ സെറ്റിൽമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് സോഷ്യൽ വർക്കിന് സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക് തന്നെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഒരുപാടധികം ആ സമയത്ത് ഫോക്കസ് പിന്നെ വന്നത് വാസ് ഓൺ സോഷ്യൽ കേസ് വർക്ക് എന്നുള്ളത്. നമ്മൾ എന്താ പറയേണ്ടത്, മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം സോഷ്യൽ കേസ് വർക്ക് എന്നുള്ളതാണ് ഏറ്റവും പുരാതനമായ ഒരു മെത്തേഡ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ സയന്റിഫിക് മെത്തഡോളജിയും ഇവിടെ ഒത്തിരിയധികം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സയന്റിഫിക് മെത്തഡോളജിയും കൂടെ ഉപയോഗിച്ച് തന്നെയാണ് സോഷ്യൽ വർക്ക് ശരിക്കും മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മൾ ആ ഒരു ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്റ്റീവിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് സോഷ്യൽ വർക്കിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. സോഷ്യൽ വർക്കിൽ നിന്ന് ഒട്ടും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സംഗതിയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇവിടെ ഒരു മോറൽ ബേസിസ് ഫോർ പ്രാക്ടീസ് അവിടെ കൊടുക്കുക. അപ്പൊ ഈ സോഷ്യൽ വർക്ക് പ്രാക്ടീസിന് ഒരു മൊറാലിറ്റി ഉണ്ടായിരിക്കണം അല്ലെ, ഒരു മോറൽ ബേസിസ് അവിടെ ഉണ്ടായിരിക്കണം. കാരണം മനുഷ്യര് സെൽഫ്ലെസ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ ഒരുപക്ഷെ മാറ്റി വെച്ചിട്ട് സോഷ്യൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ ഈ സോഷ്യൽ വർക്കിനെ ഒരു പ്രൊഫഷനായി കണക്കാക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് അവർക്ക് വരുമാനവും ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നുള്ളതാണ് അല്ലെ. അപ്പോ എഗെയിൻ ആ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇവിടെ കണക്കിലെടുക്കണം. പോളിസി അഡ്വക്കേസി എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു സാമൂഹിക പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു പോളിസി ലെവലിൽ ഒരു ചേഞ്ച് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പൊ പോളിസി ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് സർക്കാർ പിന്നെ ഇടപെടേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നത് അല്ലെ. അപ്പോൾ അതിനുമൊക്കെയുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കാനായിട്ട് ഈ സോഷ്യൽ വർക്ക് ഓർഗനൈസേഷൻസിന് കഴിയും എന്നുള്ളത്. ആൻഡ് സാമൂഹിക നീതി, സോഷ്യൽ ജസ്റ്റിസ് അത് ഉറപ്പുവരുത്തുക, ഇക്വാളിറ്റി ഉറപ്പുവരുത്തുക, ആൻഡ് ആ ഒരു ഹ്യൂമൻ റൈറ്റ്സ്
മെയിൻറ്റെയിൻ ചെയ്തു പോവുക അക്രോസ് ദ ഡൈവേഴ്സ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്നുള്ളത്. അത് ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്റ്റീവിൽ ഉണ്ടായ ആ ഒരു ഡെവലപ്മെന്റ് എന്ന് നമുക്ക് പറയാം. ഇനി ഒരു എക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ ശരിക്കും ആ ഒരു എൻവയൺമെന്റ് ആൻഡ് എക്കോളജിക്കൽ മൂവ്മെന്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജസ്റ്റ് ലൈക്ക് എന്താ പറയേണ്ടത്, ഒന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് ആ ഒരു ചിപ്കോ മൂവ്മെന്റ്, എപ്പിക്കോ മൂവ്മെന്റ്, ഇതൊക്കെയാണ് രണ്ട് പ്രധാനപ്പെട്ടത് നമുക്ക് എടുത്തു പറയാനായിട്ട് കഴിയുക. അപ്പൊ ഈ മൂവ്മെന്റ്സിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദ കണക്ഷൻ ബിറ്റ്വീൻ സോഷ്യൽ വർക്ക് ആൻഡ് എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി. എക്കോളജിയെ സസ്റ്റെയിൻ ചെയ്യണം അല്ലെ, ആ ഒരു എക്കോളജിയെ നിലനിർത്തി കൊണ്ടുപോകണം വരും തലമുറകൾക്ക് അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ മൂവ്മെന്റ്സ് നമ്മൾ സ്പെസിഫിക്കലി ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും സോഷ്യൽ വർക്കും എക്കോളജിയെ സസ്റ്റെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് കണക്ഷൻസ് നമുക്ക് അവിടെ കാണാം എന്നുള്ളതാണ്. കാരണം ഈ മൂവ്മെന്റ്സിൽ പ്രധാനമായിട്ട് ഒരു എംഫസിസ് കൊടുക്കുന്നത് ഇസ് ഓൺ ദ റൈറ്റ്സ് ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഓവർ നാച്ചുറൽ റിസോഴ്സസ്. അതായത് ഒരു ഏരിയയിലെ നാച്ചുറൽ റിസോഴ്സസിന്റെ ആ ഒരു റൈറ്റ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിക്കാണ് എന്നുള്ള ഒരു പ്രാധാന്യം, എങ്കിലല്ലേ ആ ലോക്കലായിട്ടുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻവയറമെന്റൽ കൺസർവേഷൻ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട്. കാരണം ജസ്റ്റ് ഒരു ഇമീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ചോ ഒരു മാറ്റോ നോക്കിയിട്ടല്ല ഡെവലപ്മെന്റ് അവിടെ വരേണ്ടത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അവിടെ ഉണ്ടാകണം. അതായത് ആജീവനാന്തകാലം നിലനിർത്തി പോകത്തക്ക രീതിയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നുള്ളതാണ് അല്ലേ. ഇനി ഈ ഒരു സോഷ്യൽ വർക്കിന്റെ ഇമ്പാക്റ്റും അതിന്റെ സ്കോപ്പും എങ്ങനെയാണ് ഡെവലപ്പായി വന്നത് എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എൻവയറമെന്റൽ മൂവ്മെന്റ്സ് ഇന്ത്യയിലുള്ളത്, അതിന്റെ ഇഷ്യൂസും കൺസേൺസും ഒക്കെ നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഈ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് അത് 1970s നടന്ന ഒരു സംഗതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ദിസ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് എൻവയറമെന്റൽ ആക്ടിവിസം ഇൻ ഇന്ത്യ. ആ ഒരു എൻവയറമെന്റൽ കൺസർവേഷൻ, എൻവയറമെന്റിന് വേണ്ടിയിട്ട് അഡ്വക്കേസി ഒക്കെ തുടങ്ങിയത് ഈ ഒരു ചിപ്കോ മൂവ്മെന്റിൽ തന്നെയാണ്. അപ്പോൾ അവരുടെ ഇനിഷ്യൽ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഒരു ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് വഴി ഒരു എക്കോളജിക്കൽ ബാലൻസ് നിലനിർത്തുക എന്നുള്ളതാണ്. ആൻഡ് ദിസ് വാസ്, ഇത് ചിപ്കോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, ഇൻസ്പയർഡ് ബൈ ചിപ്കോ, ഈ ചിപ്കോ മൂവ്മെന്റിന്റെ വ്യക്തി അല്ലെങ്കിൽ ചിപ്കോ മൂവ്മെന്റിന്റെ ആ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ചിപ്കോ മൂവ്മെന്റ് ചെയ്യുന്ന പ്രവൃത്തികൾ മനസ്സിലാക്കിക്കൊണ്ട് അപ്പിക്കോ മൂവ്മെന്റ് സ്റ്റാർട്ടായി. ഇത് കർണാടകയിലാണ് സ്റ്റാർട്ട് ആകുന്നത് ഈ അപ്പിക്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് അപ്പിക്കോ മൂവ്മെന്റ് എന്താണ്? ഡീഫോറസ്റ്റേഷൻ തടയുക, അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആ ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പൊ ഡീഫോറസ്റ്റേഷൻ തടഞ്ഞിട്ട് എന്താ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫോറസ്റ്റിലെ റിസോഴ്സസിനെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ, അതായത് സസ്റ്റൈനബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വരും തലമുറകൾക്ക് വേണ്ടിയിട്ടും ബാക്കി വെക്കണം, അത് മൊത്തവും അങ്ങ് തീർത്ത് കളയുക അല്ല അത് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നതാണ്, കർണാടകയിൽ ഉടലെടുത്തതാണ് ഈ അപ്പിക്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയേണ്ടത്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, NBA, അത് ഒരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ്. ആൻഡ് ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, അവർ ലാർജ് സ്കെയിൽ ഡെവലപ്മെന്റ് പ്രോജക്ട്സിന് ആൻഡ് അവർ ഈ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോജക്ട്സിനെ ശരിക്കും ചലഞ്ച് ചെയ്യുന്ന ഒന്നായിരുന്നു ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓൾസോ ഇപ്പൊ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് എന്താ, അവിടെയുള്ള ചില ലോക്കൽ കമ്മ്യൂണിറ്റീസ് ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഡിസ്പ്ലേസ്ഡ് ആയി പോകും, അവരവിടെ നിന്ന് മാറിപ്പോകേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരും. അപ്പോൾ ഈ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് അഡ്വക്കേസി നടത്തുക, അവർക്ക് വേണ്ടി ശുപാർശകളും അവരുടെ പുനരധിവാസവും ഒക്കെ കണക്കിലെടുക്കുകയാണ് ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ ചെയ്യുന്നത്. ഇനി അതിന്റെ ആ ഒരു സ്കോപ്പും ഇമ്പാക്റ്റും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രാക്ടീസ് സെറ്റിംഗ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഇതിനകത്ത് എന്താ പറയുന്നത്, റേഞ്ച് ഓഫ് റോൾസ് ഇവിടെ വരുന്നു സോഷ്യൽ വർക്കേഴ്സിന്. ഇപ്പൊ സോഷ്യൽ വർക്കേഴ്സ് ഒരു വൈഡ് റേഞ്ച് ഓഫ് സെറ്റിംഗ്സിൽ അവർ പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോഷ്യൽ വർക്കേഴ്സ് സ്കൂൾസിലുണ്ട്, ഹോസ്പിറ്റൽസിലുണ്ട്, കമ്മ്യൂണിറ്റി ഏജൻസീസിന്റെ ഭാഗമായിട്ട് അവിടെ വരുന്നുണ്ട്, പ്രൈവറ്റ് പ്രാക്ടീസ് ആയിട്ടും സോഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഡൈവേഴ്സിറ്റി നോക്കിയേ, ഈ ഒരു ഡൈവേഴ്സിറ്റി തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ എന്തുമാത്രം ഒരു സ്കോപ്പ് ഉള്ളതാണെന്നും അതിന് പലതരത്തിലുള്ള സോഷ്യൽ ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നതിനുള്ള കഴിവുണ്ട് എന്നും നമുക്ക് ഇതിൽ നിന്ന്
മനസ്സിലാക്കാം. അപ്പൊ സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ആ ഒരു ഇൻഡിവിജ്വൽ കൗൺസിലിംഗിൽ മുതൽ തുടങ്ങി ഒരു ലാർജ് സ്കെയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റ് വരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്ത ഒന്ന് അഡ്വക്കേസി ആൻഡ് പോളിസി ഇൻഫ്ലുവൻസ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, പോളിസി സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ സർക്കാർ തലത്തിലൊക്കെ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പൊ സോഷ്യൽ ജസ്റ്റിസും ഇക്വാളിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിലവിലുള്ള പോളിസീസിന് ഇവർക്ക് അനലൈസ് ചെയ്യാം, ലോബിയിങ് നടത്താം. ഈ പോളിസീസ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ അധികാര കേന്ദ്രങ്ങളിൽ അവർക്ക് ലോബിയിങ് നടത്താനായിട്ട് കഴിയും, കമ്മ്യൂണിറ്റി ഓർഗനൈസ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ആൻഡ് സോഷ്യൽ വർക്കേഴ്സിന് ആ ഒരു ലെജിസ്ലേഷനും പബ്ലിക് പോളിസീസും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്പെസിഫിക്കലി ആ വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻസിനെ ബാധിക്കുന്ന തരത്തിലുള്ള പോളിസീസും ലെജിസ്ലേഷൻസും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി റിസർച്ചിന് ഒരുപാടധികം കോൺട്രിബ്യൂഷൻസ് ഇതിനകത്ത് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതിനകത്ത് നോളജ് കൂടുതലാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ സോഷ്യൽ വർക്ക് ശരിക്കും ഒത്തിരി അധികം ആ ഒരു സോഷ്യൽ സയൻസ് റിസർച്ചിൽ ഒരുപാടധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താ, സോഷ്യൽ വർക്കേഴ്സ് ഒരുപാടധികം റിസർച്ച് നടത്താറുണ്ട്. അവർ ആ ഒരു സോഷ്യൽ പ്രോബ്ലംസ് കുറെ കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കുക, പുതിയ തരത്തിലുള്ള ഇന്റർവെൻഷൻസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, ആൻഡ് എന്താ പറയേണ്ടത്, ഓരോ സോഷ്യൽ പ്രോഗ്രാംസിന്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ളത്. ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത് ഇസ് റിയലി വൈറ്റൽ ഫോർ അഡ്വാൻസിങ് ദ നോളജ് ബേസ് ഓഫ് ദ പ്രൊഫഷൻ. ഈ ഒരു എന്താ പറയേണ്ടത്, സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷന്റെ ആ ഒരു നോളജ് ബേസ് വൈഡ് ചെയ്ത് കൊണ്ടുവരിക, പ്രാക്ടീസ് ഔട്ട്കംസ് കുറെ കൂടെ ബെറ്റർ ആക്കി എടുക്കുക എന്നുള്ളത്. സോ ഇൻ ഷോർട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്രൊഫഷൻ തന്നെയാണ്. ഈ പ്രൊഫഷന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു എന്താ പറയേണ്ടത്, ഒരു വളരെ വ്യക്തമായ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് എത്തിക്കൽ ഗൈഡ് ലൈൻസ് അതിനുണ്ട്. ഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇവിടെ ആവശ്യമാണ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് റിക്വയർഡ് ആണ് ഇവിടെ, ആൻഡ് ഇതിന് റെഗുലേറ്ററി ഓവർസൈറ്റും ഉണ്ടായിരിക്കണം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ ഫൗണ്ടേഷനും ഇവിടെ വേണം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സോ ഇങ്ങനെയാണ് എന്താ പറയേണ്ടത്, ഈ ഒരു സോഷ്യൽ വർക്കിന്റെ ഒരു ഡെവലപ്മെന്റ് ശരിക്കും എന്താ പറയേണ്ടത് ഇന്ത്യയിലും അതേപോലെ വേൾഡ് വൈഡ് തുടങ്ങിയത്. അതിന്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ ഒന്ന് ഓടിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ലെസണിലൂടെ നമ്മൾ ചെയ്തത്. ഇനി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് ലെറ്റ് us know. ആൻഡ് വൺ മോർ തിങ് ലെറ്റ് മീ ടെൽ യു, ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് പ്യോർലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു തരത്തിലുള്ള ഒരു ക്ലാസ്സോ ഒന്നും മാർക്കറ്റ് ചെയ്ത് എന്താ പറയേണ്ടത് നിങ്ങളെ കൊണ്ടൊരു ഫീസ് പേ ചെയ്യിപ്പിച്ച് പഠിക്കുക എന്ന് പറയുന്ന ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടല്ല ഇത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്നത്. So let's look at the questions here. Question number 1. When was the first school of social work established in India? First school of social work ശരിക്കും 1936 അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1936 സർ ദൊറാബ്ജി ടാറ്റ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് എന്നുള്ളത് ഇത് ബോംബെയിൽ അല്ലെ ഇന്നത്തെ മുംബൈയിലാണ് 1936 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, what is the primary objective of the Ministry of Social Justice and Empowerment in India? അപ്പോൾ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ പ്രൈമറി ആയിട്ടുള്ള അവരുടെ എന്താ പറയേണ്ടത് ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഒബ്വിയസ്ലി ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഓവറോൾ പോളിസി, പ്ലാനിങ് ആൻഡ് കോർഡിനേഷൻ ഓഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, സ്പെസിഫിക്കലി ആ ഷെഡ്യൂൾ കാസ്റ്റിനും മറ്റ് ബാക്ക്വേർഡ് ക്ലാസസിന്റെയും ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഇത് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതാണ്, which movement is considered the starting point of modern environmentalism in India? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ചിപ്കോ മൂവ്മെന്റ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, ആൻഡ് അതിന്റെ ചുവട് പിടിച്ചാണ് എപ്പിക്കോ മൂവ്മെന്റ് പിന്നീട് കർണാടകയിൽ സ്റ്റാർട്ട് ചെയ്തത്. ചിപ്കോ മൂവ്മെന്റ് ആണ് ഇത് 1970, and this is considered to be the beginning of modern environmental activism. സോഷ്യൽ വർക്ക് തുടങ്ങിയെന്നല്ല പറയുന്നത്, എൻവയറമെന്റൽ ആക്ടിവിസം തുടങ്ങിയ ആ കാലഘട്ടത്തിനെ കുറിച്ചാണ് ശരിക്കും ഇവിടെ ഈ പറയുന്നത്. നമ്പർ 4, വാട്ട് ആർ ദ കീ ആസ്പെക്ട്സ് ഓഫ് കോണ്ടംപററി സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? എന്താണ്? എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്,
web-based education, use of social media, all of the above. ഇതിന്റെ ആൻസർ നമ്മൾ ഇത് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തത് ഇതെല്ലാം കൂടി ഇതിനകത്ത് വരുന്നത് അല്ലേ. അപ്പൊ കോണ്ടംപററി നിലവില് ആ ഒരു സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്. എവിഡൻസ് ബേസ്ഡ് എന്ന് പറയുമ്പം റിസർച്ചിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിസൾട്ട്സ് എടുത്തിട്ടുള്ള പ്രാക്ടീസ് അല്ലേ. ആൻഡ് മറ്റൊന്ന് വെബ് ബേസ്ഡ് എഡ്യൂക്കേഷൻ അവിടെ വരുന്നുണ്ട്, സോഷ്യൽ മീഡിയയുടെ യൂസ് അവിടെ വരുന്നുണ്ട്. ആൻഡ് എന്താ പറയേണ്ടത്, സോഷ്യൽ മീഡിയ സ്പെസിഫിക്കലി യൂസ് ചെയ്യുന്ന എന്തിനാണ്, ഫോർ അഡ്വക്കേസി ആൻഡ് ക്ലയന്റ് എഡ്യൂക്കേഷൻ. ക്ലയന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ പബ്ലിക്കിൽ ആരും ഇതിന്റെ ക്ലയന്റ് ആയിട്ട് വരാം അല്ലേ. അപ്പൊ ആ ഒരു ജനറൽ പബ്ലിക്കിന് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. And number 5, which organization oversees the accreditation of social work programs in the United States? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഇതാണ് ഓപ്ഷൻ സി ആണ് അല്ലെ. കൗൺസിൽ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ, CSWE. ഈ ഓർഗനൈസേഷൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ലെസൺ ഉണ്ട് നോക്കാനായിട്ട്. അവിടെ നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും. ഇന്ത്യയിലെ ഓർഗനൈസേഷൻസും ആ ഒരു ലെസണിലൂടെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കും. What is evidence-based practice in social works? Evidence-based practice എന്ന് പറയുന്നത് എന്താണ്? Look at option C, integrating research evidence, clinical expertise and client preferences. ഇത് നമുക്ക് എന്താ പറയേണ്ടത് മനസ്സിലാക്കുക. സോഷ്യൽ കേസ് വർക്കിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ ഈ ക്ലയന്റ് പ്രിഫറൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കും. കാരണം ക്ലയന്റിന്റെ താല്പര്യം അനുസരിച്ച് വേണം സോഷ്യൽ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം ഇവിടെ. ഓക്കെ, അടുത്ത ചോദ്യം, why is a code of ethics important for the social work profession? കോഡ് ഓഫ് എത്തിക്സിന്റെ പ്രാധാന്യം എന്താണ്? Look at option B. It ensures that social workers adhere to the highest standards of practice. Social workers ആ ഒരു highest standards of practice നിലനിർത്തുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, and number 8, what role do professional organizations play in social work? പ്രൊഫഷണൽ ഓർഗനൈസേഷൻസിന് എന്ത് റോളാണ് സോഷ്യൽ ഓർഗനൈസേഷൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. They provide a platform for collaboration and advocacy. അപ്പോൾ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് അവര് ഒരുപാടധികം റിസോഴ്സസ് കൊടുക്കുന്നു സോഷ്യൽ വർക്കേഴ്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അവരുടെ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നു അല്ലേ. ആൻഡ് ദേ ഓൾസോ ഗെറ്റ് എ ലോട്ട് ഓഫ് സപ്പോർട്ട്. അതായത് സോഷ്യൽ വർക്കേഴ്സ് ഗെറ്റ് എ ലോട്ട് ഓഫ് സപ്പോർട്ട് എന്നുള്ളതാണ്. Now, number 9, how do social workers contribute to policy change? പോളിസി ചേഞ്ചസിനെ ഇവർക്ക് എങ്ങനെ സ്വാധീനിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം ഇവിടെ നോക്കുന്നത്. ലുക്ക് അറ്റ് ഓപ്ഷൻ ബി. അവർ പോളിസി അനാലിസിസ് നടത്തും, ദേ ഡു ലോബിയിങ് ആൻഡ് ദേ ഓൾസോ ഡു കമ്മ്യൂണിറ്റി ഓർഗനൈസിങ്. ഇത് ചെയ്യുന്നതിലൂടെയാണ് അവർക്ക് പോളിസി ചേഞ്ചസ് വരുത്തിയെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 10, what were the demands of the Chipko movement? Chipko movement demands എന്തായിരുന്നു? Complete stoppage of felling trees for commercial purposes. ഫെല്ലിംഗ് ട്രീസ് എന്ന് പറഞ്ഞാൽ മരം മുറിക്കുക, ലാർജ് സ്കെയിൽ ആയിട്ടുള്ള മരം മുറി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. ആൻഡ് ആ ഒരു ട്രഡീഷണൽ റൈറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യുക. അതായത് ആ ഏരിയയിലെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് ആ റിസോഴ്സസ് ഉപയോഗിക്കാനായിട്ട് കഴിയണം. ആൻഡ് എഫോറസ്റ്റേഷൻ, വീണ്ടും മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് എഫോറസ്റ്റേഷൻ. Alright, so this now brings us to the end of the lesson. Thank you very much for watching and wish you all the very best. Thank you.